ഇന്ത്യയിൽ ആദ്യമായി വലിയൊരു വിമാനാപകടം നടന്നത് 1950 നവംബർ 3-നാണ്. മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനം അന്ന് ഫ്രാൻസിന്റെ മോൺബ്ലാങ്ക് പർവ്വതത്തിൽ ഇടിച്ചു തകർന്നു. 8 ജീവനക്കാരടക്കം 48 യാത്രക്കാരും മരിച്ചു. മോശം കാലാവസ്ഥയും നാവിഗേഷൻ പിഴവുമായിരുന്നു അപകട കാരണം. 1966 ജനുവരി 24-നായിരുന്നു അടുത്ത അപകടം. മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ വിമാനം ജനീവയിൽ ഇറങ്ങുന്നതിന് തൊട്ടു മുൻപ് മോൺബ്ലാങ്ക് പർവ്വതത്തിൽ ഇടിച്ചു തകർന്നു. 11 ജീവനക്കാരടക്കം 117 പേരും മരിച്ചു. പൈലറ്റും എയർ ട്രാഫിക് കൺട്രോൾ റൂമും തമ്മിലുള്ള ആശയവിനിമയ പിഴവായിരുന്നു അന്ന് അപകടമുണ്ടാക്കിയത്. 1973 മെയ് 31-നായിരുന്നു അടുത്ത അപകടം. ചെന്നൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയ എയർ ഇന്ത്യ എയർലൈൻസ് ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടെയായിരുന്നു അപകടം. 48 പേരാണ് മരിച്ചത്. മോശം കാലാവസ്ഥയും പൈലറ്റിന്റെ തെറ്റായ തീരുമാനവുമാണ് അന്ന് അപകടത്തിലേക്ക് നയിച്ചത്. 1976 ഒക്ടോബർ 12 മുംബൈയിൽ നിന്ന് പുറപ്പെട്ട ഇന്ത്യൻ എയർലൈൻസിന്റെ കാരവൽ വിമാനം പറന്നുയർന്ന ഉടനെ തകർന്നു വീണു. സാങ്കേതിക തകരാറായിരുന്നു കാരണം. മരിച്ചതാവട്ടെ 95 പേർ. 1978 ജനുവരി 1 മുംബൈയിലെ സഹർ വിമാനത്താവളത്തിൽ നിന്ന് ദുബായിലേക്ക് വരികയായിരുന്ന എയർ ഇന്ത്യ ഫ്ലൈറ്റ് പറന്നുയർന്ന് 101 സെക്കൻഡിനുള്ളിൽ ബാന്ദ്രയ്ക്ക് സമീപമുള്ള അറേബ്യൻ കടലിൽ തകർന്നു വീണു. 213 യാത്രക്കാരും മരിച്ചു. ആറ്റിറ്റ്യൂഡ് ഡയറക്ടർ ഇൻഡിക്കേറ്റർ എന്ന ഉപകരണം തകരാറിലായതും പൈലറ്റിന്റെ ശ്രദ്ധക്കുറവുമായിരുന്നു അന്നത്തെ അപകട കാരണം. 1978 നവംബറിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ AN-42 വിമാനം ജമ്മു കശ്മീരിലെ ലേക്ക് സമീപം തകർന്നു വീണു. 75 പേരാണ് അന്ന് മരിച്ചത്. സാങ്കേതിക തകരാറും മോശം കാലാവസ്ഥയും അപകട കാരണമായി. 1988 ഒക്ടോബർ 19 ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ എയർലൈൻസ് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടെ തകർന്നു. അതായത് ഇന്ന് അപകടം നടന്ന അതേ സ്ഥലം. 37 വർഷത്തിനു ശേഷം മറ്റൊരു ദുരന്തം കൂടി. പൈലറ്റിന്റെ തെറ്റായ തീരുമാനത്തിൽ അന്ന് 130 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 1990 ഫെബ്രുവരി 14 മുംബൈയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്ന ഇന്ത്യൻ എയർലൈൻസ് ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടെ തകർന്നു വീണു. എയർബസ് A320യുടെ ഇന്ത്യയിലെ ആദ്യ അപകടമായിരുന്നു. പൈലറ്റിന്റെ പിഴവ്, അതായത് വിമാനം ശരിയായ ഉയരത്തിൽ താഴ്ത്താൻ കഴിയാതെ വന്നപ്പോൾ ജീവൻ നഷ്ടമായത് 92 പേർക്ക്. 1991 ഓഗസ്റ്റ് 16 കൊൽക്കത്തയിൽ നിന്ന് ഇംഫാലിലേക്ക് പോവുകയായിരുന്ന ഇന്ത്യൻ എയർലൈൻസ് ഇംഫാലിലെ മണിപ്പൂരിൽ ഇറങ്ങുന്നതിനിടെ തകർന്നു വീണു. യാത്രക്കാരും ജീവനക്കാരും അടക്കം 69 പേരാണ് മരിച്ചത്. അപകട കാരണം മോശം കാലാവസ്ഥയും പൈലറ്റിന്റെ തെറ്റായ തീരുമാനവുമായിരുന്നു. 1993 ഏപ്രിൽ 26-നായിരുന്നു അടുത്ത അപകടം. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ നിന്ന് യാത്ര തുടങ്ങിയ ഇന്ത്യൻ എയർലൈൻസ് റൺവേയുടെ അരികിൽ ഒരു ട്രക്കുമായി ഇടിച്ചു തകർന്നു. 55 പേരാണ് മരിച്ചത്. റൺവേയിലേക്ക് അനധികൃതമായി കയറിയ ട്രക്കും പൈലറ്റിന്റെ ശ്രദ്ധക്കുറവുമാണ് അപകടത്തിലേക്ക് നയിച്ചത്. 1996 നവംബർ 12 ഡൽഹിയിൽ നിന്ന് ധാരാനിലേക്ക് പോവുകയായിരുന്ന സൗദി അറേബ്യൻ എയർലൈൻസ് ഷിങ്കണ്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് വരികയായിരുന്ന കസാഖ്സ്ഥാൻ എയർലൈൻസുമായി ആകാശത്ത് കൂട്ടിയിടിച്ചു. ഹരിയാനയ്ക്ക് സമീപം നടന്ന അപകടത്തിൽ 2 വിമാനങ്ങളിലെയും മുഴുവൻ യാത്രക്കാരും അന്ന് മരിച്ചു. 349. എയർ ട്രാഫിക് കൺട്രോളിന്റെ ആശയവിനിമയ പിഴവായിരുന്നു ആകാശ ദുരന്തത്തിൽ കലാശിച്ചത്. 2000 ജൂലൈ 17 കൊൽക്കത്തയിൽ നിന്ന് പട്നയിലേക്ക് പോവുകയായിരുന്ന അലയൻസ് എയർ ഇറങ്ങുന്നതിനിടെ ബീഹാറിന്റെ ഒരു ജനവാസ കേന്ദ്രത്തിലാണ് തകർന്നു വീണത്. 55 യാത്രക്കാരും നിലത്തുണ്ടായിരുന്ന 5 പേരുമടക്കം 60 പേർ മരിച്ചു. പൈലറ്റിന്റെ പിഴവും സാങ്കേതിക തകരാറുമാണ് അപകടമുണ്ടാക്കിയത്. ആരും മറന്നു കാണില്ല, 2010 മെയ് 22 ദുബായിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് മംഗലാപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടെ റൺവേയിൽ നിന്ന് തെന്നിമാറി മലയിടുക്കിൽ വീണു. 166 പേരിൽ 158 പേർ മരിച്ചപ്പോൾ 8 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പൈലറ്റിന്റെ പിഴവ്, ടേബിൾ ടോപ്പ് റൺവേയുടെ അപകടകരമായ ഭൂപ്രകൃതിയുമായിരുന്നു അപകട കാരണം. 2016 ജൂലൈ 22-നാണ് അടുത്ത അപകടം. ചെന്നൈയിൽ നിന്ന് പോർട്ട് ബ്ലെയറിലേക്ക് പോവുകയായിരുന്ന ഇന്ത്യൻ എയർഫോഴ്സിന്റെ AN-32 വിമാനം ബംഗാൾ ഉൾക്കടലിൽ തകർന്നു. 29 മരണം. സാങ്കേതിക തകരാറും മോശം കാലാവസ്ഥയുമായിരുന്നു അപകട കാരണം.
2020 ഓഗസ്റ്റ് 7 ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടെ റൺവേയിൽ നിന്ന് തെന്നിമാറി 30 അടി താഴ്ചയുള്ള മലയിടുക്കിൽ 190 പേരിൽ 21 പേർ മരിച്ചു. മഴ, ടേബിൾ ടോപ്പ് റൺവേ, പൈലറ്റിന്റെ തെറ്റായ തീരുമാനം എന്നിവയായിരുന്നു അപകട കാരണമായി കണ്ടെത്തിയത്. 5 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ മറ്റൊരു വിമാന അപകടത്തിനു കൂടി സാക്ഷിയാവുന്നു. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് തിരിച്ച എയർ ഇന്ത്യ വിമാനമാണ് യാത്ര പുറപ്പെട്ട ഉടൻ തകർന്നു വീണത്. ഒരു യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടതൊഴിച്ചാൽ 1000 പ്രതീക്ഷകളുമായി പറന്നുയർന്ന 241 പേർക്കും ജീവൻ നഷ്ടമായി.